പാർട്ടിയെ പ്രതി ചേർത്തതും സ്വത്തുക്കൾ കണ്ടുകെട്ടിയതും നിയമപരമായി നേരിടാനാണ് CPIMന്റെ നീക്കം. ഇതുവരെയും സ്വത്തുക്കൾ മരവിപ്പിച്ചതായി അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്ന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം. രാഷ്ട്രീയമായിട്ട് അതുപോലെ നിയമപരമായിട്ട് കാര്യങ്ങൾ ഇതൊരു വേട്ടയാണ്. ഇങ്ങനെ ഉണ്ടോ എന്താ സംഭവം എന്നറിയില്ല. അല്ല, അത് മരവിപ്പിച്ചിരിക്കുകയല്ലേ, അതിപ്പോൾ കേസായിട്ട് നിൽക്കണം. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് എന്താണെന്ന് പറയട്ടെ, അറിയട്ടെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, നീക്കങ്ങളുണ്ടോ ഇല്ലയോ, ഇത് ഇപ്പോൾ നമുക്കറിയാത്തൊരു കാര്യത്തിൽ ഞാനങ്ങനെ മുൻകൂർ പ്രതികരിക്കാൻ കഴിയില്ല. കഴമ്പുള്ളൊരു വാർത്തയാണെങ്കിൽ പാർട്ടിയെ വേട്ടയാടുക എന്നുള്ളത് തന്നെയാണ്. അത് അറിയില്ല, അറിഞ്ഞതിന് ശേഷം പറയാം. അതിനിടെ കേസിൽ രണ്ടാം കുറ്റപത്രം ഉടൻ സമർപ്പിക്കാൻ ED നീക്കം തുടങ്ങി. മുൻമന്ത്രി AC മൊയ്തീൻ, CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉൾപ്പെടെയുള്ളവരെ കേസിൽ പ്രതി ചേർക്കാനാണ് സാധ്യത. രാഷ്ട്രീയ രംഗത്ത് സുതാര്യത വേണമെന്ന് പറയുന്ന CPIMന് കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ സുതാര്യതയില്ല എന്ന് BJP നേതാവ് V മുരളീധരൻ കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ രംഗത്ത് സുതാര്യത വേണമെന്ന് പറയുന്ന ആളുകളാണ്. സുതാര്യതയുടെ വക്താക്കളായിട്ടാണ് ഇലക്ടറൽ ബോണ്ടിനെതിരായിട്ട് ഞങ്ങൾ കേസ് കൊടുത്തത് എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ നിങ്ങളുടെയൊക്കെ ചാനലുകളിൽ ഇരുന്നിട്ട് എല്ലാ ദിവസവും അവകാശവാദം ഉന്നയിക്കുന്നത്. ഈ സുതാര്യത കള്ളപ്പണത്തിൻ്റെ കാര്യം വന്നപ്പോൾ കരുവന്നൂരിൽ പാവപ്പെട്ട ജനങ്ങളെ അവരുടെ പേരിൽ കള്ളവായ്പയെടുത്ത്, ബിനാമി പേരുകളിൽ കള്ളവായ്പയെടുത്ത് അത് പാർട്ടി നേതാക്കന്മാരുടെ സ്വത്താക്കി മാറ്റുന്ന ഘട്ടം വന്നപ്പോൾ, പാർട്ടിയുടെ സ്വത്താക്കി മാറ്റുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഈ സുതാര്യതയൊക്കെ എവിടെ പോയി? CPIMന്റെ അക്കൗണ്ടും സ്വത്തുക്കളും കണ്ടുകെട്ടിയ ED നടപടിയിൽ പ്രതികരിക്കാൻ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തയ്യാറായില്ല. ശ്രീകാന്ത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഒപ്പം തന്നെ സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും. ആദ്യം സൂരജ് സജിയിലേക്ക്. സൂരജ്, CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം അല്പസമയം മുമ്പ് നമ്മൾ കേട്ടു. ഈ വിഷയത്തെ നിയമപരമായി രാഷ്ട്രീയമായി നേരിടും, യാതൊരു ഭയവുമില്ല എന്ന് പ്രതികരിക്കുന്നു CPIM. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇന്നലെ EDയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രതിപട്ടികയിലേക്ക് പാർട്ടി വരുന്നു, സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നു. ഇതിനിടയിൽ CPIMന്റെ രാഷ്ട്രീയ പ്രതിരോധം എങ്ങനെയാണ് സൂരജ്? CPIMനെ സംബന്ധിച്ച് ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ പ്രതീക്ഷിച്ചതിലും ഏറെ ആഘാതം ഇത് സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പാർട്ടി നേതാക്കളിലേക്ക് തന്നെ ഈ അന്വേഷണം എത്തും എന്ന് കണ്ട് മുൻകൂട്ടി അതിനുള്ള നീക്കങ്ങളെല്ലാം CPIM തുടങ്ങിയിരുന്നു. പക്ഷെ അതിനിടയിലാണ് പാർട്ടിയുടെ അടക്കം ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നത്. ഇത് പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കരുവന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ ഭൂമിയാണ്, 5 സെന്റ് സ്ഥലമാണ് ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. ഈ നേതൃത്വത്തെ സംബന്ധിച്ച് ഇത് സാധാരണ പ്രവർത്തകരിൽ നിന്ന് പണം പിരിച്ചുണ്ടാക്കിയ പാർട്ടി ഓഫീസാണ്, പാർട്ടി സ്ഥലമാണ് എന്നുള്ളതാണ് പറയുന്നത്. അത് തന്നെയാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയും ആവർത്തിക്കുന്നത്. ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ഇതുവരെയും ED ഇങ്ങനെ സ്വത്തും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ച സംബന്ധിച്ചുള്ള ഒരു വിവരവും അത് പാർട്ടിക്ക് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല. അത് ലഭിച്ചാൽ മാത്രമാണ് ഇതിനകത്തുള്ള തുടർ നടപടികൾ എന്ത് എന്ന് സംബന്ധിച്ച് പാർട്ടി അന്തിമമായ ഒരു തീരുമാനം കൈക്കൊള്ളുകയുള്ളൂ എന്നുള്ളതാണ് ഔദ്യോഗികമായി വിശദീകരിക്കുന്നത്. പക്ഷേ അതിനപ്പുറം ഇന്നലെ ഈ വാർത്ത പുറത്തു വന്ന സമയം തന്നെ CPIM ജില്ലാ നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും എല്ലാം ഇടപെട്ടുകൊണ്ട് ഇതിനകത്ത് വ്യക്തമായ നിയമോപദേശം അടക്കം പാർട്ടി ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞിരുന്നു. ഈ തെരഞ്ഞെടുപ്പ്, അതായത് കഴിഞ്ഞ തവണ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ CPIM നേതൃത്വം ഈ വിഷയത്തിൽ ഒരു അറസ്റ്റ് ഉൾപ്പെടെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി MM വർഗീസ് ആണെങ്കിലും മുൻമന്ത്രി AC മൊയ്തീൻ ആണെങ്കിലും കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള MK കണ്ണൻ ആണെങ്കിൽ പോലും അറസ്റ്റ് വരിക്കാൻ പോലും തങ്ങൾ സന്നദ്ധരാണ് എന്നുള്ള കാര്യം പാർട്ടിയെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ അന്നും ഇവർ പറഞ്ഞിരുന്നത് ഇത് കേവലം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു നീക്കമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്ന. പക്ഷേ ഈ കരുവന്നൂർ വിഷയത്തിൽ നടക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം ചർച്ചയാക്കി നിർത്താനുള്ള ഒരു നീക്കം അതുണ്ടാകുന്നു എന്നുള്ളതായിരുന്നു പാർട്ടി അന്ന് വിലയിരുത്തിയിരുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കരുവന്നൂർ വിഷയത്തിൽ ചൂടാറും എന്ന് കരുതിയിരുന്നെങ്കിൽ അങ്ങനെ ചൂടാറുന്നില്ല. കൃത്യമായ നടപടികളിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് ഈ സ്വത്ത് മരവിപ്പിക്കുന്നു, അതിനപ്പുറത്തേക്ക് രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നു, നേതാക്കളിലേക്ക് അന്വേഷണം എത്തുന്നു. അങ്ങനെ കരുവന്നൂരിൽ പിടിമുറുക്കാൻ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികളും തയ്യാറെടുക്കുന്നു. മറുവശത്താകട്ടെ BJPയെ സംബന്ധിച്ച് ഇത് അവർക്കൊരു രാഷ്ട്രീയ ആയുധമായി മാറുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലാണ് ഏറ്റവും അധികം മുന്നേറ്റം BJP ഉണ്ടാക്കിയത്. ഈ കരുവന്നൂർ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന ഇരിങ്ങാലക്കുടയിലാണ്. അവിടെ LDF 3ാം സ്ഥാനത്ത് പോയി BJP 1ാം സ്ഥാനത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ രാഷ്ട്രീയമായി ഇതൊരു നേട്ടത്തിന് BJP ശ്രമിക്കുന്നു. CPIMനെ സംബന്ധിച്ച് ജില്ലയിൽ അടിതെറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ എല്ലാ തരത്തിലും, അത് നിയമപരമായും അല്ലാതെയും എല്ലാം പ്രതിരോധിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് CPIM നേതൃത്വമുള്ളത്. ശരി.
സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്. തൃശ്ശൂരിലെ BJPയുടെ ജയത്തിന് പിന്നാലെയുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതം എന്ന വിലയിരുത്തൽ കൂടിയുണ്ട് CPIMനെ സംബന്ധിച്ചിടത്തോളം. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഇനി ഈ കേസിൽ ഏത് തരത്തിലുള്ള തുടർ നടപടികൾ EDയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കണം? രണ്ടാം കുറ്റപത്രം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതിപട്ടികയിലേക്ക് വരും എന്നുള്ള സൂചന. അതിനിടയിൽ ED നീക്കങ്ങൾ എങ്ങനെ, ശ്രീകാന്ത്? രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഒന്നാമത്തേത് EDയുടെ നീക്കങ്ങളാണ്. അതായത് രണ്ടാം ഘട്ട കുറ്റപത്രം, അതായത് ഒരു സപ്ലിമെന്ററി ചാർജ് ഷീറ്റ് എന്നുള്ള രീതിയിൽ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ED എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. AC മൊയ്തീൻ, CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി, MM വർഗീസ് ഉൾപ്പെടെയുള്ളവർ ഇതിൽ പ്രതികളായി വരും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരുവർക്കും ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല എന്ന് ED വ്യക്തമാക്കുകയും ചെയ്യുന്നു. രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് ED നൽകുന്നത്. ആദ്യഘട്ട കുറ്റപത്രത്തിൽ 55 പ്രതികൾ ഉണ്ടായിരുന്നു. 3 ഘട്ടങ്ങളിലായി 115 കോടി രൂപയുടെ സ്വത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ അറ്റാച്ച്മെന്റ് നടപടികളിലേക്ക് നീങ്ങാനും EDക്ക് താല്പര്യമുണ്ട്. സ്വത്ത് കണ്ടുകെട്ടിയ കൂടുതൽ ആളുകളെ പ്രതി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ED നീക്കമിടുന്നത്. അതിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ MM വർഗീസിന്റെ വാദങ്ങളെ ED തള്ളുന്നുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: അറ്റാച്ച്മെന്റ് നടപടികൾ നടക്കുമ്പോൾ അത് എതിർകക്ഷികൾക്ക് കൃത്യമായി മെയിൽ മുഖേന അറിയിക്കും. അത് നോട്ടീസായി തന്നെ അറിയിക്കാറുണ്ട്. അത് CPIM ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് പോയിട്ടുണ്ട്. റവന്യൂ വിഭാഗത്തിന്, അതായത് ഈ വസ്തുക്കൾ പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് റവന്യൂ വിഭാഗത്തിന് ഈ അറ്റാച്ച്മെന്റ് നടപടി അറിയിച്ചുകൊണ്ടുള്ള കത്ത് നൽകിയിട്ടുണ്ട്. ബാങ്കുകൾക്ക് CPIMുമായി ബന്ധപ്പെട്ട് ഈ പണം പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാങ്കുകൾക്ക് നോട്ടീസ് അയക്കും. ഈ നടപടികൾ പൂർത്തിയാകുമ്പോഴാണ് അറ്റാച്ച്മെന്റ് പൂർണ്ണമാകുന്നത്. അത് അറിയിച്ചില്ല എന്നുള്ള വാദം ബാലിശമാണ് എന്ന് ED വ്യക്തമാക്കുന്നു. ഇനി ഇത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ ചോദ്യം ചെയ്യാൻ CPIMന് എല്ലാ സ്വാതന്ത്ര്യവും ഇക്കാര്യത്തിലുണ്ട്. ED നടപടികളുമായി ബന്ധപ്പെട്ട് യാതൊരു അറിയിപ്പും കിട്ടിയിട്ടില്ല എന്നാണ് ഇന്നും MM വർഗീസ് പ്രതികരിച്ചത്. അത് തള്ളുന്നുണ്ട് അന്വേഷണ സംഘം. ബൽറാം നെടുങ്ങാടി കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം നമ്മൾ കണ്ടു. രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടും, രാഷ്ട്രീയ വേട്ട എന്നുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി. ഒപ്പം തന്നെ പാർട്ടിയെ കൂടി പ്രതി ചേർത്തിരിക്കുന്ന സാഹചര്യം, പാർട്ടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നില, ഇതിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട് എന്താണ്? കേരള നേതൃത്വത്തോട് ചോദിച്ചാൽ അവിടെ അവർ പ്രതികരിക്കും എന്നാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത് എന്ന് മനസ്സിലാക്കുന്നു. ഇരു നേതാക്കളുടെയും പ്രതികരണങ്ങൾ എങ്ങനെ, ബൽറാം? റിജിത്ത്, ഈ വിഷയം ഇന്നലെ ഉയർന്നു വന്ന ഘട്ടത്തിൽ കേന്ദ്ര കമ്മിറ്റി, CPIMന്റെ കേന്ദ്ര കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വാർത്ത പുറത്തു വന്ന് അരമണിക്കൂറിനകമാണ് കേന്ദ്ര കമ്മിറ്റി സമാപിച്ചത്. ആ ഘട്ടത്തിൽ പ്രതികരണം തേടിയപ്പോൾ വിഷയത്തെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ല എന്നും പരിശോധിച്ച ശേഷം പ്രതികരിക്കാം എന്നായിരുന്നു സംസ്ഥാന കേന്ദ്ര നേതാക്കൾ ഒരുപോലെ പ്രതികരിച്ചത്. എന്നാൽ ഇന്ന് രാവിലെയും സംസ്ഥാന നേതാക്കൾ ഈ വിഷയത്തോട് പ്രതികരിക്കാനില്ല എന്ന സമീപനമാണ് സ്വീകരിച്ചത്. അതേസമയം കേന്ദ്ര നേതാക്കൾ സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട് അടക്കമുള്ള നേതാക്കളോട് ഈ വിഷയത്തിൽ പ്രതികരണം ആരായുന്ന ഘട്ടത്തിൽ സംസ്ഥാന നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കും എന്ന് വ്യക്തമാക്കി. തുടർന്ന് ആണ് സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു നടപടിയാണ് EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നും ഇതൊരു തോന്നിവാസമാണ് എന്ന കടുത്ത പ്രയോഗമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ ഇത്തരത്തിൽ ഒരു കേസെടുത്തത് സംബന്ധിച്ചോ അല്ലെങ്കിൽ സ്വത്ത് പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ടോ ഔദ്യോഗികമായി പാർട്ടിയെ യാതൊരു തരത്തിലുള്ള ആശയവിനിമയവും ഇതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിട്ടില്ല എന്നും മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇക്കാര്യത്തിൽ താൻ പ്രതികരിക്കുന്നത് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നുള്ളത്. ഒപ്പം തന്നെ രാഷ്ട്രീയമായും നിയമപരമായും ഈ വിഷയത്തെ നേരിടും, നടപടിയെ നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നരേന്ദ്രമോദി സർക്കാർ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉണ്ട്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ, ഒരു ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിലും ശൈലിയിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നും അതവർക്ക് ഗുണം ചെയ്യില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഒപ്പം തന്നെ മനു തോമസ് വിഷയത്തിൽ സംസ്ഥാന നേതൃത്വമല്ല അക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടത് ജില്ലാ നേതൃത്വമാണ് എന്നും ജില്ലാ സെക്രട്ടറിയോട് ചോദിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകും എന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്തായാലും ഈ കരുവന്നൂർ വിഷയം അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെ ചർച്ചകളിൽ ഉയർന്നു വരുമെന്ന് ഉറപ്പാണ്. കാരണം പാർട്ടിയെ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ പ്രധാന അജണ്ട എന്നുള്ളത് തന്നെ. അതിൽ ഈ വിഷയം ഉൾപ്പെടെ BJP പ്രധാന പ്രചരണ വിഷയമാക്കിയിരുന്നു. ദേശീയ തലത്തിൽ പോലും പ്രചരണത്തിനായി കരുവന്നൂരിലെ EDയുടെ പുതിയ നീക്കത്തിന് പിന്നാലെ കൂടുതൽ പ്രതികരണങ്ങൾ പുറത്തുവരുന്ന മണിക്കൂറാണ്. ശ്രീകാന്തും സൂരജ് സജിയും ബൽറാം നെടുങ്ങാടിയും വിവരങ്ങൾ നൽകുകയായിരുന്നു.